കൂട്ടി കാത്തിടാനിരക്കുന്നു റോജ മഹിമപ്പൂവായ ശൈഖുൽ അളീമായ നിധിയെ മടവൂരിൽ ഉദിച്ചുള്ള ബദ്റാം പൊന്മതിയെ മാലിക്കുൽ മുൽക്കിൻ ചാരത്തണഞ്ഞുള്ള മണിയെ മാനവർക്കെന്നും രക്ഷ നൽകും അധിപതിയെ രക്ഷകളേറെ നൽകിടണം നൂറേ ഞങ്ങൾക്കുള്ള ശിക്ഷയകറ്റി കാത്തിടണം പീറേ. കേട്ടില്ലേ നിങ്ങൾ? ആരോടായി പറയുന്നത്? ഇതാ സി എമ്മിനോടുള്ള ബഹുമാനം. സി എമ്മിനെ ബഹുമാനിക്കണല്ലേ? എന്താ ചോദിച്ചത്? രക്ഷ നൽകുന്ന അധിപതിയെ രക്ഷകളേക്ക് നൽകിടണം നൂറേ ശിക്ഷയകറ്റി കാത്തിടണേ. ചോദിക്കുന്നത് ആരോട്? സി എമ്മിനോട്. ഞാൻ കുറച്ച് പാട്ട് പാടുന്നുണ്ട്. എന്തേ കാരണം എന്നറിയോ? പേരോട് മുസ്ലിയാര് കട്ടുപ്പാറൻ്റെ നാടിൻ്റെ അടുത്തുള്ള സ്ഥലം. അവിടെ പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മൗലവിനെ ഗാനമേളൊക്കെ നന്നായി പറ്റും. അപ്പം എൻ്റെ നാട്ടുകാർക്കൊരു മോഹം, ഞങ്ങളെ ഗാനമേള കുറച്ചൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ കേൾപ്പിക്കും ഇൻഷാ അല്ലാഹ്. മൂപ്പര് നാട്ടിൽ പോയി കേൾപ്പിക്കും, മൂപ്പരും കേട്ടോട്ടെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് അപ്പൊ ഈ കാര്യം നടക്കണം സംഗതി. അപ്പൊ നേരിട്ട് സി എം മടവൂരിനെ വിളിച്ചിങ്ങനെ പറയാം, പിന്നെ ഗാനമേളൊക്കെ പറ്റും. മൂപ്പര് എന്തിനാ പറ്റുകയെന്നുള്ള ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ ഞാനത് പറയുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ കേട്ടോളൂ, ഞാൻ ഇനി ഇതാ സി എം മടവൂരിനെ വിളിച്ചിട്ട് തേടുകയാണ്. കേട്ടോളി, ഈ ഗാനത്തിന്റെ ഓരോന്നിന്റെ അടുക്ക് സുഹൃത്തുക്കളെ നിങ്ങൾ ആ വരികൾ, അപകടകരമായ വരികൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. കേട്ടോളൂ. ബദറൊളിയാൽ ലംഘുന്നേ പരിമളം വീശിടുന്നേ ബഹുമമികും ശൈഖോരെ കുത്തുബൊലിയോരെ സിയം കരുണ തരും യാ ശൈഖുൽ അഅ്ലമ പീരേ. വഴിയറിയാതെന്നും ഇരുളടഞ്ഞ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭ കനിഞ്ഞോരെ ശൈഖേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണമബുവോരേ. പലമറലും ഉള്ളോരെ തിരുമൊഴിയാൽ സന്തോഷ പദവികളിലാക്കി കൊണ്ടയച്ചൊരു നൂറേ. എൻ്റെ മറലുകളെല്ലാം നീക്കി ശിഫ തരുവീരേ. ഷാഫിയായ അല്ലാഹല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹനെ പരിചയപ്പെടുത്തിയപ്പോ റബ്ബിനെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന് കേട്ടില്ലേ? വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവൻ എൻ്റെ റബ്ബ് മാത്രമാണ്. ആ റബ്ബല്ലേ ഷഫീ. രോഗിയെ സന്ദർശിക്കുമ്പോൾ നമ്മൾ പറയുന്നില്ലേ, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ഷഫീ. ഇശ്ഫീനി ശിഫ നൽകണേ. അൻത ഷഫീ അൻത ഷഫീ. നീയല്ലേ ശിഫ നൽകുന്നവൻ. അതേ ഗുണമല്ലേ ഈ കൊടുത്തത്? മറതുകളെല്ലാം നീക്കി ശിഫ തരുവീരേ. മറലൊക്കെ നീക്കാൻ വേണ്ടി ശിഫ തരാൻ വേണ്ടി ഇങ്ങനെ പാടുകയാണെങ്കിൽ എത്ര ഉണ്ടെന്നറിയോ? ഉദാഹരണത്തിന് കുറച്ച് പാടിത്തന്നതാണ്. അപ്പൊ മൂപ്പര് പറയണേ, ഇയാള് പാട്ടും പാടി ആളെ കുപ്പിയിലാക്കുകയാണേ. പാട്ടും പാടി കുപ്പിയിലാക്കി. നിങ്ങൾക്ക് പാട്ട് എഴുതാ, അത് വിൽക്കാം. എന്നാ പിന്നെ ഞങ്ങൾക്കത് പാടുന്നതിന് എന്താ തകരാറ്? നിങ്ങൾക്ക് പാട്ട് എഴുതാമെങ്കിൽ ഞങ്ങൾക്ക് പാടും ചെയ്യാം. ഇതാരെങ്കിലുമൊക്കെ ഒന്ന് പാടണ്ടേ? അപ്പൊ സുഹൃത്തുക്കളെ, ഈ നിലക്കല്ലേ ഈ ബഹുമാനം കാണിക്കുന്നത്? ഈ വസ്തുതകളൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു